സഹോദരന്മാരെ, റമദാനിൻ്റെ നോമ്പ് നമ്മുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. റമദാൻ അതിലേക്ക് പ്രവേശിക്കാൻ ഇനി ഏതാനും ദിവസങ്ങൾ ബാക്കിയാണ്. ആ റമദാനിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിൻ്റെ നോമ്പുമായി ബന്ധപ്പെട്ട മതവിധികൾ നമ്മൾ ആഴത്തിൽ പഠിച്ചിരിക്കുക എന്നത് എൻ്റെയും നിങ്ങളുടെയും ബാധ്യതയാണ്. അതിൽ പ്രധാനപ്പെട്ട മറ്റൊരു സംഗതിയാണ് അതിൻ്റെ മര്യാദകൾ, ആദാബുകൾ പാലിച്ചുകൊണ്ടായിരിക്കണം, അത് പാലിച്ചുകൊണ്ടായിരിക്കണം നോമ്പ് എടുക്കേണ്ടത് എന്ന് പ്രത്യേകം സൂചിപ്പിക്കുകയാണ്. അതിൽ 8 അദബുകളാണ് ഈ ഒരു സന്ദർഭത്തിൽ ഇവിടെ സൂചിപ്പിക്കാനുള്ളത്. ഒന്നാമത്തത് അസ്സഹർനാണ്, അത്താഴം കഴിക്കണം. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിൻ്റെ അത്താഴത്തിൻ്റെ വിഷയത്തിൽ പറഞ്ഞത്, ഈ ഉമ്മത്തിൻ്റെ നോമ്പിൻ്റെ പ്രത്യേകത അത് അത്താഴമെന്നാണ്. മറ്റു ഇതര സമൂഹങ്ങളിൽ നിന്ന്, സമുദായങ്ങളിൽ നിന്ന് ഈ ഉമ്മത്തിൻ്റെ നോമ്പ് വ്യതിരിക്തമാകുന്നത് അത്താഴം കഴിക്കുക എന്നതാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. തീർന്നില്ല, നമ്മൾ ബറക്കത്ത് ആഗ്രഹിക്കുന്നവരാണല്ലോ. അള്ളാഹുവിൽ നിന്നുള്ള ബറക്കത്ത് ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന നമ്മൾ ആ ബറക്കത്ത് ഇരിക്കുന്നത് അത്താഴത്തിലാണെന്ന് ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. തസഹറു ഫഇന്ന ഫിസ്സുഹൂരി ബറക, നിങ്ങൾ അത്താഴം കഴിക്കുക, ആ അത്താഴത്തിൽ നിങ്ങൾക്ക് ബറക്കത്തുണ്ട് എന്ന് ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. അത്താഴത്തിന്റെ സമയത്ത് എണീക്കുക എന്നതുകൊണ്ട് മാത്രം അത്താഴം കഴിക്കലായിട്ടില്ല, അത് പരിഗണനീയവുമല്ല, അതിന് ബറക്കത്തുണ്ടാവുകയില്ല. അത്താഴത്തിന്റെ സമയത്ത് എണീറ്റ് ഒരു ഋക്ക് വെള്ളമെങ്കിലും നിങ്ങൾ കുടിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു നൽകാൻ. തസഹറു വലൗ ബി ജസ്അത്തിൻ മിനൽ മാ, വെള്ളത്തിൽ നിന്ന് ഒരൽപ്പം, ഒരു ഋക്ക് വെള്ളമെങ്കിലും നിങ്ങൾ കുടിക്കണം എന്ന് ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതിൽ രണ്ടാമത്തെ പ്രത്യേകതയാണ് സുന്നത്തായി കൊണ്ട് പഠിപ്പിക്കപ്പെട്ടതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അത്താഴം അത് തമ്ര കൊണ്ടായിരുന്നു എന്ന്. ഈത്തപ്പഴം കഴിക്കുക എന്നത് അത്താഴത്തിന്റെ സമയത്ത് സുന്നത്തായ വിഷയമാണ്. ആ സുന്നത്ത് വളരെ നിസാരമായി നമുക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന കൂലികളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. പ്രവാചകന്റെ സുന്നത്താണ് അത്താഴത്തിന്റെ സമയത്ത് ഒരു ഈത്തപ്പഴം കഴിക്കുക എന്നത്. അതുപോലെ തന്നെ പ്രവാചകന്റെ മറ്റൊരു സുന്നത്താണ് ആ അത്താഴം വൈകിപ്പിക്കുക എന്നത്. അത്താഴം വൈകിപ്പിക്കണം. നിങ്ങൾ തുലൂഉൽ ഫജ്ർ ഭയപ്പെടുന്നില്ല എങ്കിൽ അത്താഴം വൈകിപ്പിക്കാൻ ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു നൽകണം. ലാ തസാലു ഉമ്മത്തി ബിഖൈരിൻ മാ അഖറുസ് സഹൂർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, എൻ്റെ ഉമ്മത്ത് ഖൈറിലായിരിക്കും, എൻ്റെ ഉമ്മത്ത് ഖൈറിലായിരിക്കും. എപ്പോൾ? അത്താഴം വൈകിപ്പിക്കുന്ന കാലത്തോളം ഖൈറിലായിരിക്കും എന്ന് വെച്ചാൽ ബാങ്ക് വിളിക്കാൻ വരെ കാത്തു നിൽക്കേണ്ടതില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റൊരു സുന്നത്തിൽപ്പെട്ടതാണ് അത്താഴം കഴിച്ച് ബാങ്കിനിടയിൽ 50 ആയത്ത് ഓതുന്ന സമയമുണ്ടാകുമെന്ന്. ഇനി ഒരാൾ അല്പം നേരത്തെ ഒരല്പം വൈകിട്ടാണ് എണീക്കുന്നതെങ്കിൽ ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ, അതായത് തുലൂഉൽ ഫജ്ർ എത്തിക്കഴിഞ്ഞാൽ, അതിൻ്റെ സമയമായി എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ വായിലിരിക്കുന്ന ഭക്ഷണം പോലും തുപ്പിക്കളയണം. ചില ആളുകൾ ധരിച്ചു വെച്ചത് വായിലിരിക്കുന്ന ഭക്ഷണവും മുന്നിലിരിക്കുന്ന ഭക്ഷണവും കഴിക്കാം എന്ന് ചില ആളുകൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. തുലൂഉൽ ഫജ്ർ എത്തിക്കഴിഞ്ഞാൽ, നമ്മുടെ ചില പള്ളികളിൽ നേരത്തെ ബാങ്ക് വിളിക്കുന്നത് പരിഗണനീയമല്ല, എന്നാൽ കൃത്യമായ സമയം തുലൂഉൽ ഫജ്ർ എത്തിക്കഴിഞ്ഞാൽ, ചില ആളുകൾ വേറെ രൂപത്തിൽ ചിന്തിച്ചിട്ടുണ്ട്, ബാങ്ക് വിളിച്ച് തീരുന്നത് വരെ സമയമുണ്ടെന്നാണ്. അങ്ങനെയുമില്ല. ബാങ്ക് വിളിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, ബാങ്ക് വിളി തന്നെ മാനദണ്ഡമല്ല, തുലൂഉൽ ഫജ്റിന്റെ സമയമെത്തുക എന്നതാണ് മാനദണ്ഡം. ആ സമയമെത്തിക്കഴിഞ്ഞാൽ നമ്മുടെ വായിൽ ഭക്ഷണമുണ്ടെങ്കിൽ, വെള്ളമുണ്ടെങ്കിൽ അത് തുപ്പിക്കളയണം എന്നാണ്. ഇനി ഒരാൾക്ക് സംശയമാണ് സമയം എത്തിയോ ഇല്ലയോ എന്നതിൽ സംശയമുണ്ടെങ്കിൽ ആ സമയത്ത് ഭക്ഷണം കഴിക്കാതിരിക്കലാണ് സൂക്ഷ്മത എന്ന് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. അതുകൊണ്ട് വൈകിപ്പിക്കുക എന്നത്, സമയമെത്തുന്നത് വരെ വൈകിപ്പിക്കുക എന്നതിൽ സുന്നത്തില്ല. മറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ അത്താഴത്തിന്റെ സമയം 50 ആയത്ത് ഓതാനുള്ള ഗ്യാപ്പ് അത്താഴത്തിനും തുലൂഉൽ ഫജ്റിനും ഇടയിൽ ഉണ്ടായിരുന്നു എന്നാണ്. തീർന്നില്ല, നാലാമത്തെ സുന്നത്ത് എന്നത് ആ നോമ്പ് തുറക്കുന്നത് ധൃതി കാണിക്കുക എന്നത്. അതും സമയമായതിനു ശേഷമാണ് ധൃതി കാണിക്കേണ്ടത്. ചില ആളുകൾ ഫോണിൽ നോക്കും, ഫോണിൽ സമയം തെറ്റായിരിക്കും, 1 മിനിറ്റ് നേരത്തെ ആയിരിക്കും ഫോണിൽ, ആ ഫോൺ നോക്കിയിട്ട് ധൃതി കാണിക്കും. ധൃതി കാണിക്കുക എന്ന് പറഞ്ഞാൽ അത് സമയമായതിനു ശേഷമുള്ള ധൃതി കാണിക്കലാണ്, സമയമാകുന്നതിനു മുമ്പുള്ള ധൃതി കാണിക്കലല്ല. സമയമായതിനു ശേഷം
നോമ്പ് തുറക്കാൻ ധൃതി കാണിക്കണം. അതല്ലാതെ സൂക്ഷ്മതയുടെ പേരിൽ 3 മിനിറ്റ് വീണ്ടും വൈകിപ്പിച്ച് ബാങ്ക് വിളിച്ച് പിന്നെ ഉമ്മത്തിന്റെ വിഷയത്തിൽ ഖൈറിനെ നഷ്ടപ്പെടുത്തുന്ന അവസ്ഥ ഉണ്ടാക്കാൻ പാടില്ല. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ലാ യസാലു നാസു ബിഖൈർ മാ അജ്ജലുൽ ഫിത്ർ. നോമ്പ് തുറക്കാൻ ധൃതി കാണിക്കുന്ന കാലത്തോളം ഈ ഉമ്മത്ത് ഖൈറിലായിരിക്കുമെന്ന് ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചിരിക്കണം. അതുകൊണ്ട് നോമ്പ് തുറക്കാൻ ധൃതി കാണിക്കണം, പക്ഷേ തുറക്കുന്ന സമയം അതായതിനു ശേഷമായിരിക്കണം ധൃതി കാണിക്കേണ്ടത് എന്ന് പ്രത്യേകം സൂചിപ്പിക്കാൻ. 5-മത്തത് നമ്മുടെ നാവിനെ സംരക്ഷിക്കണം. റമദാനിന്റെ രാപ്പകലുകളിൽ നമ്മുടെ നാവുകൾ, അതല്ലാത്ത സമയങ്ങളിലും അങ്ങനെ തന്നെയാണ്, പ്രത്യേകിച്ച് റമദാനിന്റെ പകലിലും രാത്രികളിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഹിഫ്ദുൽ ലിസാൻ, അതുപോലെ തന്നെ നോമ്പിനെ മുറിച്ചു കളയുന്ന കാര്യങ്ങൾ, അൻ കസ്റത്തിൽ കലാം, ഒരുപാട് സംസാരിക്കുക എന്നതും, വകുഫഹു അമ്മ യക്റഹ്, വെറുക്കപ്പെടുന്ന കാര്യങ്ങൾ സംസാരിക്കുക എന്നതിൽ നിന്ന് പിടിച്ചു വെക്കുക നാവിനെ. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് മല്ലം യദ് ഖൗലസ്സൂർ വൽ അമല ബിഹി ഫലൈസ ലില്ലാഹി ഹാജത്തുൻ അൻ യദഅ തആമഹു വശറാബഹു. ഒരു മനുഷ്യൻ റമദാനിന്റെ പകലിൽ നോമ്പ് നോക്കുന്നു, എന്നിട്ട് അവന്റെ നാവ് ഏറ്റവും മോശപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കുന്നുവെങ്കിൽ, ഖൗലസ്സൂർ, മറ്റുള്ളവരെ കുറിച്ചുള്ള ആക്ഷേപങ്ങൾ, ന്യൂനതകൾ പറഞ്ഞു പരത്തുന്നവൻ, അതുപോലെ തന്നെ കളവ്, മോശപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കുക, തെറി പറയുക, ഇങ്ങനെ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിന്നില്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് നിങ്ങൾ അന്നപാനീയങ്ങൾ ഒഴിവാക്കുന്നതിൽ യാതൊരു താല്പര്യവുമില്ല എന്നാണ്, നിങ്ങളുടെ നോമ്പ് പരിഗണനീയമല്ല എന്നാണ്. അതുകൊണ്ട് നമ്മുടെ നാവിനെ സംരക്ഷിക്കണം. അത് നോമ്പെടുക്കുന്നതിലെ ആദാബായി കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു നൽകുകയാണ്. ഇനി ഒരാൾ നമ്മുടെ അടുക്കൽ ശണ്ട കൂടാൻ, തെറി പറയാൻ, നമ്മുടെ മുന്നിൽ വഴക്കു കൂടാൻ വന്നു നിൽക്കുന്ന സാഹചര്യത്തിലാണെങ്കിലോ എന്ത് ചെയ്യണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വീണ്ടും പറഞ്ഞു. രഹസ്യമല്ലാതെ പരസ്യമായി കേൾക്കുന്ന രൂപത്തിൽ ഇന്നി സ്വാഹിമുൻ മർറത്തൈൻ, 2 പ്രാവശ്യം ഞാൻ നോമ്പുകാരനാണ് എന്ന് അവനോട് പറയണമെന്നാണ്. കാരണം നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം ചണ്ട കൂടാനോ വഴക്കു കൂടാനോ അങ്ങനെ തിരിച്ചു പ്രതികരിച്ച് മോശപ്പെട്ട വാക്കുകൾ പറയാനോ ഒരിക്കലും നോമ്പുകാരൻ പ്രത്യേകിച്ച് പാടില്ലാത്ത വിഷയമാണ്. അങ്ങനെയുള്ളവന്റെ നോമ്പ് അതിൽ നുക്സാനുകൾ ഉണ്ടാകും, ന്യൂനതകൾ ഉണ്ടാകുമെന്നാണ്. അതുകൊണ്ട് ആ വിഷയം പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. 6-മത്തെ അദബുകളിൽ പെട്ടതാണ് പ്രാർത്ഥന ഉണ്ടാവുക എന്ന്. കഴിഞ്ഞ ഖുതുബയിൽ ഞാൻ നോമ്പിന്റെ പ്രത്യേകത പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, നോമ്പുകാരന്റെ പ്രാർത്ഥന തള്ളപ്പെടുകയില്ല എന്ന്. അതുപോലെ തന്നെ നോമ്പ് തുറക്കുന്ന സമയത്തുള്ള പ്രാർത്ഥന അത് ലാ തുറദ്, ഒരിക്കലും തള്ളുകയില്ല എന്ന് ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. 7-മത്തത് നോമ്പ് തുറപ്പിക്കുക എന്നത്. ഈ പള്ളിയിൽ ഒരുപക്ഷെ നോമ്പ് തുറയും മറ്റു സംവിധാനങ്ങളും ഒക്കെ ഉണ്ടായേക്കാം, അതിനുള്ള ചിലവുകൾ ഉണ്ടാവാം, അതൊരു പക്ഷേ ചില ആളുകൾ ഏറ്റെടുത്തിട്ടുണ്ടാകാം. എന്നാലും ആ ഒരു വിഹിതത്തിൽ എൻ്റെയും വിഹിതമുണ്ടാകണം എന്ന് ഈ ഇരിക്കുന്ന ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി ഈ പള്ളിയിൽ എല്ലാം തികഞ്ഞുവെങ്കിൽ നമ്മൾ നോമ്പ് തുറപ്പിക്കാൻ ചില ആളുകളെയെങ്കിലും കണ്ടെത്തണം. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് മൻ ഫത്തറ സായിമൻ കാന ലഹു മിസ്ല അജ്രി. ഒരു മനുഷ്യൻ മറ്റൊരു നോമ്പുകാരനെ നോമ്പ് തുറപ്പിച്ചു കഴിഞ്ഞാൽ അവന്റെ നോമ്പിന് തത്തുല്യമായ പ്രതിഫലം നോമ്പ് തുറപ്പിക്കുന്നവനും ഉണ്ടാകും എന്ന് ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു നൽകണം. നോമ്പെടുക്കാതെ തന്നെ ഒരു നോമ്പുകാരന്റെ പൂർണ്ണമായ പ്രതിഫലം കിട്ടുന്ന മറ്റൊരു മഹനീയമായ ലളിതമായ ഒരു പ്രവർത്തനമാണ് ഒരു നോമ്പുകാരനെ നോമ്പ് തുറപ്പിക്കുക. കൂടിപ്പോയാൽ ഒരു സഹോദരങ്ങളെ, ഒരു നോമ്പുകാരനെ നോമ്പ് തുറപ്പിക്കാൻ 100 രൂപ ചെലവാകും. നമ്മൾ ഓരോ ദിവസവും 100 രൂപ മാറ്റി ഒരു 3000 രൂപ ഈ ഒരു മാസത്തേക്ക് നോമ്പ് തുറപ്പിക്കാൻ വേണ്ടി നമ്മൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ പരലോകത്ത് 3000 അല്ല എത്രയായിരം കോടികളാണ് നമുക്ക് കിട്ടാനിരിക്കുന്നത് എന്ന് കണക്കില്ലാത്ത പ്രതിഫലമാണ് നോമ്പിന്റെ വിഷയത്തിൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. അത് നമ്മൾ പ്രത്യേകം നിയത്ത് വെക്കണം, ഒരല്പം കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തെ ചരിത്രത്തിൽ വായിക്കാൻ സാധിക്കും. പാവപ്പെട്ടവരെ കണ്ടെത്തി അവർക്ക് നോമ്പ് തുറപ്പിക്കാനുള്ള വിഭവങ്ങൾ രഹസ്യമായി കൊണ്ടെത്തിച്ചു കൊടുക്കുന്ന. ഇന്ന് ചില ആളുകൾ നേരെ തിരിച്ചാണ്, നോമ്പ് തുറപ്പിക്കുന്നതിന് സെൽഫി എടുത്ത് സോഷ്യൽ മീഡിയയിലേക്ക് പരസ്യം ചെയ്യുന്നു. പരസ്യമായ നോമ്പ് തുറയല്ല വേണ്ടത്, രഹസ്യമായ നോമ്പ് തുറകൾ നമ്മൾ തുറപ്പിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം.
അതോടൊപ്പം പാവപ്പെട്ടവരുടെ കൂടെ ഇരുന്ന് നോമ്പ് തുറക്കാനുള്ള ഒരു മനസ്സ്, ഒരു മനോഗതി നമുക്കുണ്ടാകണം. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിലെല്ലാം വായിക്കാൻ സാധിക്കുന്നത് പാവപ്പെട്ടവരെ കണ്ടെത്തി അവരുടെ കൂടെ ഇരുന്ന് നോമ്പ് തുറക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു എന്നാണ്. അതുകൊണ്ട് ആ ഒരു വിഷയത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എട്ടാമത്തത് നോമ്പ് തുറക്കുമ്പോഴുള്ള പ്രാർത്ഥനയാണ്. എന്ന ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കണം നോമ്പ് തുറന്നതിന് ശേഷം ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. വെള്ളവും കാരക്കയും ഒക്കെ കുടിച്ച് കഴിച്ച് അതിനുശേഷം നമ്മുടെ ഈ പ്രാർത്ഥന, റബ്ബേ നീ എന്നിൽ നിന്ന് ഈ നോമ്പിനെ സ്വീകരിക്കണേ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയാണ്. അള്ളാഹ് ഉദ്ദേശിക്കുകയാണെങ്കിൽ ഇതിന്റെ പ്രതിഫലം സ്ഥിരപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ആ ഒരു പ്രാർത്ഥന, ആ നോമ്പുകാരന്റെ പ്രാർത്ഥന, നോമ്പ് തുറക്കുമ്പോഴുള്ള പ്രാർത്ഥന, അത് നമ്മൾ പ്രത്യേകമായി പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കാൻ, അദബുകൾ പാലിച്ചുകൊണ്ട് നോമ്പെടുക്കാൻ, അതിന്റെ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ട് നോമ്പെടുക്കാൻ അള്ളാഹു നമുക്കെവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.